ഇത് കേരളം. പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച സമഭാവനയുടെ നാട്. കള്ളവും ചതിയുമില്ലാത്ത ഈ നാട്ടിൽ മാലോകരെല്ലാം ഒന്നുപോലെയായിരുന്നു. സംസ്കാരങ്ങളുടെയും കലയുടെയും ഈ വിളഭൂമിയിൽ ഏതാണ്ട് 80 വർഷം മുമ്പ് ലൂമിയർ സഹോദരന്മാർ ഒരുക്കിയ സിനിമയെന്ന വിസ്മയ കാഴ്ചയെത്തി. സിനിമ വളർന്നു. സ്റ്റാറുകളുണ്ടായി, സൂപ്പർ സ്റ്റാറുകളുണ്ടായി. അവർ പിന്നെ മെഗാസ്റ്റാറുകളായി. മെഗാസ്റ്റാറുകൾ തമ്മിൽ മത്സരിച്ചപ്പോൾ ചിലർ മില്ലനിയം സ്റ്റാറുകളുമായി. അവർ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി. അവർ കോടികൾ കണക്ക് പറഞ്ഞു വാങ്ങിയതോടെ മലയാള സിനിമ കോടി പുതയ്ക്കേണ്ട അവസ്ഥയിലായി. ഒപ്പം സിനിമയിൽ സംഘടനകൾ വളർന്നു. അതോടെ സംഘർഷങ്ങളും വളർന്നു. സംഘടനകളുടെ എണ്ണവും അംഗങ്ങളുടെ എണ്ണവും വളർന്നതോടെ സിനിമ മെലിഞ്ഞു. ഹിറ്റുകൾ കൊണ്ട് നിറഞ്ഞാടിയ തിയേറ്ററുകൾ ശൂന്യമായി. ഒരു അടിപൊളി സിനിമയുടെ ക്ലൈമാക്സ് രംഗം പോലെയാണ് ഇന്ന് മലയാള സിനിമ. ഒരു പൗരന്റെ തൊഴില് നിർത്തിവെക്കാൻ, നിഷേധിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം? തൊഴില് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണ്. തിലകൻചേട്ടൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം ഒരു സംഘടനയുള്ള ഒരാളാണ്. അദ്ദേഹം സംഘടനയെ പറ്റി മോശമായ കാര്യം പറഞ്ഞു. അതൊരു ഡിസിപ്ലിനറി ആക്ഷനാണ്. അല്ലാതെ അദ്ദേഹത്തിനായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലല്ല. അദ്ദേഹം ഞങ്ങൾ വിളിച്ചു അദ്ദേഹം എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. അദ്ദേഹത്തിന് സംഘടനയിൽ പ്രവർത്തിക്കാൻ താല്പര്യം വിട്ടുപോകാൻ കഴിയില്ലേ? എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ അനീതി, തിലകനോടൊരു അനീതി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാപരമായ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചില്ല? അതെല്ലാം ഇരുന്ന് സംസാരിച്ച് ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് പകരം വേറെ കുറെ ആൾക്കാരാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത്. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് സംസാരിക്കുന്നത്. ഞാൻ സിനിമയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ സമാഹരിക്കുകയാണെങ്കിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അത്രയധികം ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സിനിമയെപ്പറ്റി ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് മലബാർ ഗോൾഡ് ഒരുപാട് ബ്രാൻഡിന് ഞാൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ ബ്രാൻഡുകളാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്, അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്, ടൈഗർ വുഡ്. അല്ല, അതൊന്നും കാര്യമല്ല. മോഹൻലാൽ ചെയ്യാൻ പാടില്ല. നമ്മൾ അതെന്തുകൊണ്ടാണ്? മോഹൻലാല് നമ്മൾക്ക് ടെഡി വുഡ്സും അമിതാഭ് ബച്ചനും മാതൃകയാകരുത്. മോഹൻലാലിന്റെ സംസ്കാരം മോഹൻലാലിനോട് എന്ത് പറയുന്നു? ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഉന്നതമായ കലാസ്ഥാനം, ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് മനസാക്ഷി പറയുന്നുണ്ടോ? അതാണ് ചോദ്യം. മലബാർ ഗോൾഡിന്റെ പരസ്യം ചെയ്യുന്നതുകൊണ്ട് യുവജനങ്ങൾ വഴിതെറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മലബാർ ഗോൾഡ് എന്നും പറഞ്ഞിട്ട് ഇയാൾ നിൽക്കുമ്പോൾ ഒരു യുവതി സുന്ദരി വരും. ആരാ? ഹേമമാലിനി. ഓർമ്മയുണ്ടോ? ഹേമമാലിനി വരുമ്പോൾ ഈ ആഭരണം ഇവിടെയാണ്. അപ്പൊ ഇയാൾ നെഞ്ചത്ത് തന്നെ നോക്കിയിട്ട് കലക്കിയിട്ടുണ്ട് എന്ന് പറയും. 20 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് ഈ പെണ്ണിന് ഒരു സഹോദരനുണ്ടെങ്കിൽ അവൻ അടിക്കും, അവന് യാതൊരു സംശയമില്ല. കലക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണെന്ന് അവൾ അതിനപ്പുറത്ത്. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഇയാളുടെ വിഗ് ആരെങ്കിലും അത് മുഖം മൂടിയാണ്. അത് വലിച്ചാൽ അയാൾ കങ്കാളമാണ്, വെറും അസ്ഥിപഞ്ചരം. ഇതൊരു നമ്മുടെ ഒരു കാര്യമല്ല. ഈ പെൺകുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇയാളുടെ നല്ല തലമുടിയാണ് എന്നാണ്. ആ പെൺപിള്ളരെങ്കിലും സത്യം അറിയിക്കാൻ വേണ്ടി ഞാനിത് അവസരം ഉപയോഗിച്ചത്. ഇതൊക്കെയാണ് അഴീക്കോടിന്റെ നല്ല മനസ്സല്ല എന്ന് പറയുന്നത്. 40 പുസ്തകങ്ങൾ എഴുതിയതുകൊണ്ട് വലിയ ആളാവില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരോട് ഇടപഴകുന്നത് എന്നുള്ളതിലാണ്. ഇപ്പോഴ് സിനിമയിലെ യുവരാജകുമാരൻ എന്ന ഒരു ആധിപത്യ മോഹമുണ്ടല്ലോ. ഇത്തരത്തിൽ ദുർമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം വെളിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു വാനപ്രസ്ഥന്റെ മനസ്സമാധാനം ഉണ്ടാകും. ആ സമയത്ത് വായിക്കേണ്ട പുസ്തകമാണ് തത്വമസി. സാറ് കാര്യം മനസ്സിലാക്കണം. വെറുതെ ഞങ്ങളുടെ മേലെ കുതിര കയറാൻ പാടില്ല. എനിക്ക് തലമുടി കുറവായിരിക്കാം, പക്ഷെ ഇത് എന്റെ തലമുടിയാണ്. ഷാപ്പിൽ നിന്ന് വാങ്ങിയ തലമുടിയല്ല ഇത്. ഇവിടെ നിങ്ങൾ പിടിച്ചു വലിച്ച ഇത് ഷാപ്പിൽ നിന്ന് വാങ്ങിയതല്ല. മിനിഞ്ഞാന്ന് കട്ട് ചെയ്തതാ ബാർബർ വന്നിട്ട്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമല്ല. അദ്ദേഹം നൃത്തം ചെയ്യുന്നത് 50 വയസ്സുള്ള ഒരുത്തൻ നൃത്തം ചെയ്യുന്ന തരത്തിലുള്ള പാർട്ട്നേഴ്സാണോ അയാൾ കയ്യും പിടിച്ചു നടക്കുന്നത്? ഞാൻ അങ്ങേക്ക് പറ്റിയൊരു ഇരയല്ല. അത് ഈ രീതിയിൽ സുന്ദരനാകണമെന്ന് വെച്ചാൽ എനിക്കും സാധിക്കും സുന്ദരനാകാൻ. 2 ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം. പിന്നെ ഇന്നസെന്റ് ആണെന്ന് വെച്ചാൽ ഹി ഈസ് ഇന്നസെന്റ് ഓഫ് എനി ഡീപ്പ് നോളജ് അബൌട്ട് ഫിലിം ഓർ എനി അതർ ആർട്സ്. ഇന്നസെന്റ് എന്നുള്ളതിന് ഒരു വിവരമില്ലാത്ത അർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കിയാൽ അറിയും. ഇത്ര പേര് അന്വർത്ഥമാക്കിയ ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുകുമാർ അഴീക്കോടിന് നമുക്ക് ഏതെങ്കിലും സ്വർണത്തിന്റെ പരസ്യത്തിന് വെക്കാൻ പറ്റുമോ?
അഥവാ പരസ്യം വെച്ച് കഴിഞ്ഞിട്ട് ആ സ്വർണം ആളുകൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം സുകുമാര അഴീക്കോടിന്റെ പരസ്യത്തിലുള്ള സ്വർണ്ണമാണെങ്കിൽ ചിലപ്പോൾ ആ സ്വർണം തിരിച്ചു കൊണ്ടു കൊടുക്കും. ഇന്നസെന്റിനെ പോലെയുള്ള ഒരുത്തനെ മോഹൻലാൽ രംഗത്തിറക്കണമെങ്കിൽ എത്ര ഗതികെട്ടിരിക്കട്ടെ. ഒരു സംഘടന എന്നുള്ളത് എപ്പോഴും അതിലെ അംഗങ്ങൾക്ക് ബാഹ്യലോകത്തു നിന്ന് വരുന്ന ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു കവചമാണ്. പക്ഷെ അത് പലപ്പോഴും സംഘടനയുടെ മേലേത്തട്ടിലിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതും ബാക്കിയുള്ളവരെ അതിനുവേണ്ടി ഉപകരണമാക്കുന്നതുമായ ഒരു ദുർവിനിയോഗം സംഭവിക്കാറുണ്ട്. തൊഴിലുമ്പോൾ സൂക്ഷിക്കണം. സിനിമയ്ക്കുള്ള വഴക്കിനെ പറ്റി പറയാനായിട്ട് ഇദ്ദേഹം ആരാണ്? ഇവര് ഈ സിനിമയുടെ ഒരു കൃത്രിമമായ സങ്കുചിത ലോകമുണ്ട്. ആ ലോകത്തിനപ്പുറത്ത് വേറെ ലോകമില്ലാന്ന് ധരിക്കുന്ന ഒരു തരം റിപ്വാൻ വിങ്കിൾമാരാണ് ഇവര്. വളരെ മോശമാണ് ഭാഷ. പട്ടിണി വിടുന്ന ആൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയിട്ടുള്ള ഒരു ആവേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതൊക്കെ ഇയാൾ അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അടുക്കളയിൽ വെച്ച് പറയാനേ ഉള്ളൂ, വെളിയിൽ പറയാനുള്ളൂ. ഇല്ല, ഇദ്ദേഹം പെട്ടെന്ന് പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ പ്രസിഡന്റായിട്ട് ഗൂണ്ട ആക്കുന്നതാണ് നല്ലത്, ഇന്നസെന്റ് മാറിയിട്ട്. ഇത്രയും വയസ്സായി, ഇനിയുള്ള കാലം നല്ല ചിന്തകൾ മനസ്സിലുണ്ടാവുക, മനുഷ്യനെ ദ്രോഹിക്കാതിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക, രാത്രി കാലങ്ങളിൽ അത്യാവശ്യം രാമനാമ ജപം ചൊല്ലി നല്ല സിനിമകൾ കണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഒരു വിവരവും ഇല്ല കേട്ടോ. ഈ രാമനാമം വൃദ്ധന്മാർക്കുള്ളതാണെന്ന് ഇയാൾ എവിടുന്ന് ധരിച്ചതാണ്? രാമനാമം ഭക്തന്മാർക്കുള്ളതാണ്. അത് ഭക്തിസൂത്രങ്ങളിൽ പറയുന്നത് വയസ്സോ ലിംഗം എന്ന് പറയുന്നത് ജെൻഡറാണ്. വയസ്സ്, ലിംഗം, ജോലി ഇതിനോ ഒന്നും ബന്ധപ്പെടാതെ ഉള്ളതാണ് രാമനാമം. അതുകൊണ്ട് ഈ മനുഷ്യന് ഭക്തിയെ പറ്റി ഏതോ ഒരു പൊട്ട കേട്ടറിവാ ഉള്ളത്. സിനിമ കാണണമെന്ന് എന്നെ അങ്ങനെ ശിക്ഷിക്കണോ? ഇവരുടെ ഈ സിനിമയും കൂടെ കണ്ടിട്ട് ഇവരുടെ അഭിപ്രായം കേട്ടിട്ട് തന്നെ മലബന്ധം കൂടിയിരിക്കുകയാണ്. രണ്ട് ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം. രണ്ട് ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം. ഈ എന്റെ കോലം കത്തിച്ചില്ലേ, അത് മാഫിയക്കാരുടെ തൊഴിലാണ്. കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ വണ്ണമുള്ള കോലം കത്തിക്കണം. എന്റെ കോലം കത്തിച്ചാൽ തീപ്പെട്ടി കോല് പോലെ പെട്ടെന്ന് കത്തിത്തീരും. കത്തിക്കാനും അറിയില്ല, മുണ്ട് തീ പിടിച്ചിട്ട് ഒരുത്തന് ഓടിപ്പോയി. അതുകൊണ്ട് കോലം കത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരും, പഠിപ്പിച്ചാരാ. ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം ഈ 3-4 ആളുകളില്ലേ, ഗണേഷ് കുമാർ, ഇവർക്കൊക്കെ ഈ വളരെ സൂക്ഷ്മവും ഉന്നതവുമായ ആശയങ്ങൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി തന്നെ കുറവാണെന്നാണ് തോന്നുന്നത്. ഈ ഫാൻ നമ്മുടെ തലയിലേക്ക് പൊട്ടി വീഴുമോ? രണ്ട് ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന മനോഹരമായ സംഗീതം.